സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണം. ലൈസൻസസ് വേണം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വേണം, എന്തൊക്കെ പേപ്പേഴ്സ് നോക്കണം, അതെല്ലാം നോക്കി പഠിച്ച് സ്റ്റാഫിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം പഠിച്ചതിന് ശേഷമേ ഒരു സ്ഥാപനം തുടങ്ങാൻ പാടുള്ളൂ. നോക്കിയിട്ട് അതനുസരിച്ചാണ് ചിലപ്പോൾ 2 ലക്ഷം എന്ന് പറയുന്നത് 20 ലക്ഷം 30 ലക്ഷം വരെയൊക്കെ പോകാം. എന്തെങ്കിലും നമ്മൾ റെന്റ് അടയ്ക്കണം, സാലറി കൊടുക്കണം. ഒരൊറ്റ ചേഞ്ച് വരുത്തിയാൽ നമ്മളുടെ ഹോൾ ലുക്ക് തന്നെ മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് സലൂൺ ബിസിനസിനെ കുറിച്ചാണ്. ഇക്കാലത്ത് യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഹെയറും ബ്യൂട്ടിയും ഒക്കെയാണ്. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളതും എന്നാൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളതുമായ ഒരു ബിസിനസ്സാണ് സലൂൺ ബിസിനസ്. നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിന് ഫ്രീഡം ആപ്പ് നിങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ മെന്റർ അരുൺ കൈമനം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സർ, നമുക്കൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ നമുക്ക് ഒരു ക്യാപിറ്റലായിട്ട് എത്ര രൂപ നമ്മൾ കരുതണം ഒരു സലൂൺ തുടങ്ങാൻ? നോർമലി നമുക്കൊരു 2 തൊട്ട് 3 ലക്ഷം വരെ സ്റ്റാർട്ടിങ്. അത് വളരെ കുറവാണ്. 2 to 3 lakhs മിനിമമാണ്, ഏറ്റവും മിനിമമാണ്. അതിൻ്റെ ആകും. ഓക്കെ. അപ്പോൾ സാർ ഇത് പറഞ്ഞ എന്തുകൊണ്ടാണ് ഇങ്ങനെ അതിനേക്കാൾ ആകും എന്ന് പറഞ്ഞത്? ഡിപ്പെൻസ് ആണ്. ഏത് കാറ്റഗറിയാണ് സലൂൺ നോക്കിയിട്ട് അതനുസരിച്ചാണ്. ചിലപ്പോൾ 2 ലക്ഷം എന്ന് പറയുന്നത് 20 ലക്ഷം 30 ലക്ഷം വരെയൊക്കെ പോവാം. പക്ഷെ നമുക്ക് ഒരു മിനിമം ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു വീട്ടിലായാലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മിനിമം 2 ലക്ഷം 3 ലക്ഷം വരെയൊക്കെ മിനിമം ഏറ്റവും കുറഞ്ഞത് വേണ്ടി വരും ഒരു സലൂണിനായാലും. അപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും കരുതി വെക്കാനുള്ളതുണ്ടോ? എന്തെങ്കിലും നമ്മൾ ഈ ഒരു എമൗണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കരുതണം, അതല്ലാതെ അഡീഷണൽ ആയിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാശ് തീർച്ചയായിട്ടും വെക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥാപനം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമേ അവിടെ നല്ല ബിസിനസ് കിട്ടണം എന്നില്ല. കറക്റ്റ് ശരിയല്ലേ? അപ്പോൾ ഇപ്പോൾ ബിസിനസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ റെന്റ് അടയ്ക്കണം, സാലറി കൊടുക്കണം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, അതെല്ലാം എക്സ്പെൻസിലോട്ട് പോകും. അപ്പോൾ അതിന് നമ്മൾ കാശ് ഒരു 3 മാസത്തേക്കെങ്കിലും നമ്മളത് കരുതി വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് അത് എടുക്കേണ്ടി വരും. അത് ബിസിനസ്സിന് ഒരുപാട് ബാധിക്കും. അത് ഡൗണിലോട്ട് പോകും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. കാര്യം നമ്മൾ പുറത്ത് നമ്മുടെ കയ്യിലൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കടമെടുക്കേണ്ടി വരില്ല. ചിലർ അതാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം നേരെ ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ബാക്കപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് നമുക്ക് ഈ ഒരു ബാക്കപ്പ് ഇതും കൂടെ ഉണ്ടാവണം. അതായത് ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസമൊക്കെ നമുക്ക് ഇത്രയും പറഞ്ഞ കുറഞ്ഞത് നമുക്ക് ഒരു ബിസിനസ് പിടിച്ചു വരാൻ ഏറ്റവും കുറഞ്ഞത് 3 മാസമെങ്കിലും വേണ്ടി ഈ ഇൻഡസ്ട്രിയിൽ കാര്യം ലൊക്കാലിറ്റി ഒക്കെ ഒന്ന് പരിചയപ്പെട്ട് ആൾക്കാരെ അറിഞ്ഞ് വരണം. പിന്നെ നമ്മുടെ സർവീസ് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണം. നമ്മുടെ സർവീസ് നല്ലതാണെങ്കിൽ മാത്രമല്ലേ ബിസിനസ് വരുള്ളൂ, കസ്റ്റമേഴ്സ് വരത്തുള്ളൂ. സോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ കരുതേണ്ടത് 2 to 3 lakhs ആണ് നിങ്ങൾ കരുതി വെക്കേണ്ടത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി എനിക്ക് സാർ പറഞ്ഞു തരാനുള്ളത്, നമ്മളെ എല്ലാ ആൾക്കാരുടെയും ആവശ്യമാണ് സാർ. ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് ലോൺ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ്. സലൂണിൻ്റെ കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ അത് അന്വേഷിച്ച് കിടക്കുന്നുണ്ടാവും. ഈ ലോൺസ് അവൈലബിൾ ആണോ സാർ? ഇപ്പോൾ ലോൺസ് അവൈലബിൾ ആണ്. ഞാനൊക്കെ ഓപ്പൺ ചെയ്ത സമയത്ത് ഞാൻ എടുത്തത് ബിസിനസ് ലോണാണ്. ബിസിനസ് ലോൺ ആയിട്ടാണ് എടുത്തത് ആദ്യ സമയത്ത്. ഞാൻ എടുത്തത് ബിസിനസ് ലോണായിട്ടാണ്. ബിസിനസ്സിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് സബ്സിഡി കിട്ടുന്ന ലോൺസ് ഇപ്പോൾ ഉണ്ട്. ബിസിനസ് ലോണിന് സബ്സിഡി ഇല്ല. കറക്റ്റ്. ഇപ്പോൾ മുദ്ര ലോൺ ഉണ്ട്. അതിന് തന്നെ 3 സബ് ഡിവിഷൻസ് ഉണ്ട്, കാറ്റഗറീസ് ഉണ്ട്. അതിൽ 50,000 തൊട്ട് 10 lakh വരെ കിട്ടുന്നുണ്ട്. അതിൽ ശിശു തരൂർ എന്ന് പറയുന്ന ഒരു ലോൺ ഉണ്ട്, ഒരു കാറ്റഗറി ഉണ്ട്. ശിശു യോജൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതിൽ ഒരു 50,000 വരെയാണ് അത് കിട്ടുന്നത്. അത് തന്നെ കിഷോർ യോജന ഉണ്ട്. അതൊരു 5 lakh വരെയാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് തരുൺ യോജന ഉണ്ട്. അതൊരു 10 lakh വരെ കിട്ടും. ഇത് നമുക്ക് ശരിക്കും 50,000 മുതൽ 10 ലക്ഷം വരെ കിട്ടുന്നുണ്ട്. സലൂൺ ബിസിനസ് തുടങ്ങുന്നതിന് ആവശ്യമായ ലോൺ, ഇൻവെസ്റ്റ്മെന്റ് എന്നിവ അടങ്ങിയ ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. എന്നാൽ ഇത് അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല. ഇത് എവിടെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം, ഇത് തുടങ്ങുമ്പോൾ ആവശ്യമായ ലൈസൻസ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന കോഴ്സ് വീഡിയോ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ലോൺ കിട്ടണമെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം, എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ ലോൺ കിട്ടണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഈ പ്രൊഫഷനിലാണെങ്കിൽ നമ്മൾ
ഏത് കോഴ്സാണോ ചെയ്തത് അതിന്റെ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കണം. ഓക്കെ. ബാങ്കിൽ അത് അതായത് നമ്മൾ ഈ പ്രൊഫഷനിൽ നമ്മൾ ഇങ്ങനെ സ്ഥാപനമാണ് തുടങ്ങുന്നത് അറിയാൻ വേണ്ടി നമുക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ. പിന്നെ KYC കൊടുക്കണം. പിന്നെ സിവിൽ സ്കോർ നോക്കും. സിവിൽ സ്കോർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതില്ലെങ്കിൽ നമ്മൾ ഏത് പേപ്പേഴ്സ് കൊടുത്തിട്ടും കാര്യമില്ല. സിവിൽ സ്കോർ പ്രോബ്ലം ഉണ്ടെങ്കിൽ ലോൺ കിട്ടത്തില്ല. പ്രോജക്ട് റിപ്പോർട്ട് കൊടുക്കണം. നമ്മൾ എന്താണോ ചെയ്യുന്നത് ബിസിനസ് പ്ലാൻ എല്ലാം കൂടി ചേർത്തിട്ട് പ്രോജക്ട് റിപ്പോർട്ട് കൊടുക്കണം. പ്രോജക്ട് റിപ്പോർട്ട് ഇപ്പോൾ ഏത് ബാങ്ക് ആയാലും നമ്മൾ കൊടുത്തിരിക്കണം. ചോദിക്കും, അവര് ചോദിക്കും, അത് പ്രധാനപ്പെട്ട. അപ്പം അതിനകത്ത് നമ്മൾ എന്തെല്ലാമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതായിരിക്കും അതിനകത്തുള്ളത്. എത്ര എക്യുപ്മെന്റ്സ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും അല്ലേ സാർ? ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും അതിനകത്ത്. ഓക്കെ. അപ്പൊ അത് സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് വരെ നമ്മൾ കാണിക്കേണ്ടി വരും. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ലോൺസിലുള്ളത്. ഇനി രണ്ടാമത്, ഗവൺമെന്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു മേഖലയെ, ഇപ്പം ഈ സലൂൺ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്കീംസോ അങ്ങനെയുള്ള ഗവൺമെന്റ് സ്കീംസ് എന്തെങ്കിലും ഉണ്ടോ സാർ? അത് ഗവൺമെന്റ് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതും നമുക്ക് ഇപ്പൊ ലോൺസ് അല്ലാതെ തന്നെ സബ്സിഡീസ് കിട്ടുന്നുണ്ട് അല്ലേ സാർ? സബ്സിഡിയും കിട്ടുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ലോണിലും സബ്സിഡി. അതായത് പുതിയ സംരംഭകർക്ക് തുടങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഈസിയാണ് തുടങ്ങാനായിട്ട് ഒരുപാട് സ്കീംസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ചെയ്യാം. സാർ ഒരുപാട് ആൾക്കാർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. അതാണ് നമ്മള് പലർക്കും നേരത്തെ പറഞ്ഞ കണക്ക് ലൈസൻസ് ഒന്നും പ്രോപ്പറായിട്ട് ആരും ചെയ്യാറില്ല. അത് പിന്നെ ഒരു കാലത്ത് പ്രോബ്ലം ആയിട്ട് വരും. തീർച്ചയായിട്ടും ഈ ലോണൊക്കെ എടുക്കാൻ സമയത്തായിരിക്കും അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ അത് ഇതായിട്ട് വരുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കും, പക്ഷേ ലോണിന് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പേപ്പറെങ്കിലും അതിലില്ലെങ്കിൽ നിങ്ങളുടെ ലോൺ റിജക്റ്റ് ആകും. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റ് ആകും. സാറ് ഈ ഒരു മോഡ്യൂളിൽ പറഞ്ഞു തന്നതാണ് നമ്മൾ ലോൺസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെ ലോൺ ഉണ്ടെന്നുള്ളതും സാർ നമുക്ക് പറഞ്ഞു തന്നു. മുദ്രാ ലോണിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഗവൺമെൻറ് സ്കീംസിൽ സാർ ഈ ഒരു മോഡ്യൂളിൽ പറഞ്ഞത് എന്തെല്ലാം സ്കീംസ്, എന്തെല്ലാം സബ്സിഡീസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തു. അതായത് നമുക്ക് ലോൺസ്, എനിക്ക് പേഴ്സണലി ഒരു കാര്യം ചോദിക്കാനുള്ളത് സാർ, സാറ് ലോണിന് അപ്ലൈ ചെയ്തിരുന്നു അല്ലേ ഒരു ഇത് തുടങ്ങിയ സമയത്ത്? ഞാനൊരു 11-12 കൊല്ലമായി. 12 കൊല്ലമായി. അപ്പം അതിന് മുമ്പ് അപ്പോഴാണ് അപ്ലൈ ചെയ്തിരുന്നത് അല്ലേ? അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒരു ബ്യൂട്ടി പാർലർ ബിസിനസ് വരുന്നത് ചെറുകിട അല്ലെങ്കിൽ ഇടത്തരം സംരംഭത്തിനോ മൈക്രോ യൂണിറ്റ് എന്റർപ്രൈസസിനോ കീഴിലാണ്. ഈ രണ്ട് വിഭാഗങ്ങൾക്കും ആകർഷകമായ ചില ഫൈനാൻസിംഗ് ഓപ്ഷനുകളുണ്ട്. അത്തരം ഒരു ഓപ്ഷനാണ് പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം അഥവാ PMEGP. ഇന്ത്യ ഗവൺമെന്റിന്റെ പിന്തുണയുള്ള ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി പദ്ധതിയാണിത്. ഗ്രാമീണ നഗര പ്രദേശങ്ങളിലെ പരമ്പരാഗത കരകൗശല തൊഴിലാളികളുടെയും തൊഴിലില്ലാത്ത യുവാക്കളെയും സഹായിച്ചുകൊണ്ട് കർഷകേതര മേഖലയിൽ സൂക്ഷ്മ സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ സ്വയം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് പദ്ധതി തുകയുടെ 15% മുതൽ 35% വരെ സർക്കാരിൽ നിന്ന് സബ്സിഡി ലഭിക്കും. ബ്യൂട്ടി പാർലറുകൾക്ക് വായ്പ വാഗ്ദാനം ചെയ്യുന്ന സ്കീമുകൾ സംരംഭകരെ അവരുടെ ബ്യൂട്ടി പാർലറോ സലൂൺ ബിസിനസ്സോ തുടങ്ങാൻ സഹായിക്കുന്നതിന് നിരവധി ലോൺ ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ചില ബാങ്കുകൾ എക്സ്ക്ലൂസീവ് ബ്യൂട്ടി പാർലർ ലോണുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഒന്നാമതായി ഭാരതീയ മഹിളാ ബാങ്ക് ശൃംഗാർ. സ്വന്തമായി ബ്യൂട്ടി പാർലർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ലോൺ. നാച്ചുറൽസ്, കാവിൻ കെയർ, ലാക്മേ ലിമിറ്റഡ് തുടങ്ങിയ പ്രമുഖ സലൂൺ ബ്രാൻഡുകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഈ ലോൺ വികസിപ്പിച്ചെടുത്തത്. ഈ ലോൺ ഒരു ടേം ലോൺ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആയാണ് നൽകുന്നത്. പാർലർ തുടങ്ങുന്നതിനായി സ്ഥലം വാങ്ങുന്നതിനും നിർമ്മാണത്തിനും ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഈ വായ്പ ഉപയോഗിക്കാം. ഇന്ത്യ ഗവൺമെന്റിന്റെ CGTMC വായ്പാ സൗകര്യത്തിന് കീഴിൽ ഈ ലോണിന് 1 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് ഈട് ആവശ്യമില്ല. നിലവിൽ 10.15% മുതൽ 13.65% വരെയാണ് ഈ വായ്പകൾക്ക് വരുന്ന പലിശ നിരക്ക്. സ്ത്രീകൾക്ക് പലിശ നിരക്കിൽ 0.25% ഇളവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ശൃംഗാർ വായ്പകൾക്ക് 7 വർഷമാണ് തിരിച്ചടവ് കാലാവധി വരുന്നത്. രണ്ടാമതായി ഓറിയന്റ് മഹിളാ വികാസ് യോജന പദ്ധതി. ഓറിയന്റ് ബാങ്ക് ഓഫ് കൊമേഴ്സ് ആണ് ഈ പദ്ധതി ആരംഭിച്ചത്. സ്ത്രീകൾക്ക് ഒരു ചെറിയ ബിസിനസ് സ്ഥാപിക്കാൻ ഇത് സഹായിക്കുന്നു. ലോണിൽ അപേക്ഷിച്ച ബിസിനസിന്റെ 51% ഉടമസ്ഥാവകാശം അപേക്ഷകൻ കൈവശം വെക്കണം. ഒരു സെക്യൂരിറ്റിയോ ഈടുകളോ ഇല്ലാതെ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. പരമാവധി തിരിച്ചടവ് കാലാവധി 7 വർഷമാണ്. പലിശ നിരക്കിൽ 2% ഇളവ് വാഗ്ദാനം ചെയ്യുന്നു. അടുത്തതായി സ്ത്രീകൾക്കുള്ള മുദ്രാ യോജന പദ്ധതി. പ്രധാനമന്ത്രി മുദ്രാ യോജന മൈക്രോ യൂണിറ്റ് ഉപഭോക്താക്കളുടെ വികസനത്തിനും ധനസഹായത്തിനും വേണ്ടിയുള്ള വിവിധ പദ്ധതികളും ഉൽപ്പന്നങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വളർച്ചയുടെയും
വികസനത്തിന്റെ ഘട്ടത്തെയും യൂണിറ്റുകളുടെ ഫണ്ടിംഗ് ആവശ്യങ്ങളെയും സൂചിപ്പിക്കുന്ന 3 സെഗ്മെന്റുകളാണ് ഇതിൽ ഉള്ളത്. ശിശു, കിഷോർ, തരുൺ എന്നിവയാണ് ഈ പദ്ധതിയിൽ ഉള്ളത്. ശിശു സെഗ്മെന്റിൽ 50,000 രൂപ വരെയാണ് വായ്പകൾ കവർ ചെയ്യുന്നത്. കിഷോറിൽ 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയും തരുണിൽ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുമാണ് വായ്പകൾ നൽകുന്നത്. ഈ സ്കീമുകൾക്ക് കീഴിൽ വനിതാ സംരംഭകർക്ക് അവരുടെ ബിസിനസ് വായ്പ ലഭിക്കും. മുദ്ര സ്കീമിന് കീഴിൽ സ്ത്രീ ബിസിനസ് ഉടമകൾക്ക് പലിശ നിരക്കിൽ ഇളവ് ലഭിക്കും. മേൽപ്പറഞ്ഞ സ്കീമുകൾ സ്ത്രീ അപേക്ഷകർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. മറ്റ് അപേക്ഷകർക്ക് ചെറുകിട ഇടത്തരം ബിസിനസ് ഫൈനാൻസിംഗ് ഓപ്ഷനുകളിലൂടെ വായ്പ ലഭിക്കും. സലൂൺ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ലോൺ മൂലധനം എന്നൊരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പക്ഷേ ഇത് അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല. വളരെ കോമ്പറ്റീഷൻ ഏറിയ ഈ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. സലൂൺ ബിസിനസ് തുടങ്ങാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസ് ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. അത് മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്കും കോൺഫിഡന്റ് ആയി ഒരു സലൂൺ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.